അടുത്ത ആഴ്ച നടക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് എഴുതുന്ന പരീക്ഷ എഴുതുന്ന നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ ടോപ്പിക്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രീവിയസ് ഇയർ PYQ റിവിഷൻ ആണ്. വെറും ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞുമല്ല നമ്മൾ പോകുന്നത്, ക്വസ്റ്റ്യൻ വിത്ത് ആൻസറും വിത്ത് റിലേറ്റഡ് ഫാക്റ്റും പറഞ്ഞാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ക്ലാസ് അവസാനം വരെ ഈ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർ കാണാൻ ശ്രമിക്കണം, മാർക്ക് ഉറപ്പിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഒന്ന് ഹൈപ്പ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ. അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് എന്താണെന്ന്. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ് ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ രത്നം എന്ന് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, മണിപ്പൂരാണ് കേട്ടോ, മണിപ്പൂരാണ്. അപ്പൊ പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. അപ്പൊ കണക്റ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കണം. അപ്പോൾ ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ രത്നം മണിപ്പൂരാണ്, ഇന്ത്യയുടെ കോഹിന്നൂർ എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ പഴക്കുട എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ഹിമാചൽ പ്രദേശാണ് കേട്ടോ. ഇന്ത്യയുടെ പഴക്കുട എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ് കേട്ടോ. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. കാരണം പറയും നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ഹാർട്ടിലിരിക്കുന്നത്, അതായത് നടുഭാഗത്തിരിക്കുന്ന മധ്യത്തിലിരിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ആ പേര് വന്നത്. ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മധ്യപ്രദേശാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ്. ഇന്ത്യയുടെ ധാന്യ കലവറ പഞ്ചാബാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ് കേട്ടോ. അപ്പൊ ഇത്രയും ഒന്നുകൂടെ പറയാം, ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോകണം, പരീക്ഷയ്ക്ക് ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. ഒന്നുകൂടെ പറയാം. ഇന്ത്യയുടെ കോഹിന്നൂർ ആന്ധ്രാപ്രദേശ്, ഇന്ത്യയുടെ രത്നം മണിപ്പൂർ, ഇന്ത്യയുടെ പഴക്കുട ഹിമാചൽ പ്രദേശ്, ഇന്ത്യയുടെ ഹൃദയം മധ്യപ്രദേശ്, ഇന്ത്യയുടെ ധാന്യ കലവറ പഞ്ചാബ്, ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ചോദ്യം, ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ മുദ്രാവാക്യമായിരുന്നു? നമുക്ക് എല്ലാവർക്കും അറിയാം. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യമായിരുന്നു ജയ് ജവാൻ ജയ് കിസാൻ എന്ന് പറഞ്ഞത്. അപ്പൊ എന്താണ് നോക്കാം. ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രി? നമ്മുടെ മുൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി, അഥവാ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന് ശേഷം പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പൊ പഠിച്ചു വെക്കണം. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് സൈനികരെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹം നൽകിയ ജയ് ജവാൻ ജയ് കിസാൻ എന്ന ആപ്തവാക്യം ഇന്നും വിഖ്യാതമാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മുദ്രാവാക്യമാണ്. അപ്പൊ പഠിച്ചു വെക്കണം. ആ മുദ്രാവാക്യം വിളിക്കാനിടയായ സാഹചര്യം എന്താണ്? 1965 ഇന്ത്യ പാക് യുദ്ധ സമയത്ത് സൈനികരെയും കർഷകരെയും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹം നൽകിയ മുദ്രാവാക്യമാണ് ജയ് ജവാൻ ജയ് കിസാൻ. ക്ലിയർ ആണ്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കുറിച്ച് പറയുവാണെങ്കിൽ 1966 ജനുവരി 11 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിൽ വെച്ച് അദ്ദേഹം അന്തരിച്ചു കേട്ടോ. അപ്പൊ എവിടെ വെച്ചാണ് അന്തരിച്ചത്? 1966 ജനുവരി 11 ഉസ്ബെക്കിസ്ഥാനിലെ താഷ്കണ്ടിൽ വെച്ച് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി അന്തരിച്ചു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് പുറത്തു വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് അദ്ദേഹം കേട്ടോ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇന്ത്യയുടെ രണ്ടാമത്തെ പ്രധാനമന്ത്രിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്ത് അഥവാ ഒരു വിദേശ രാജ്യത്ത് വെച്ച് അന്തരിച്ച ഏക ഇന്ത്യൻ പ്രധാനമന്ത്രി കൂടിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി കേട്ടോ. 1966 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. പഠിച്ചു വെക്കണേ. 1966 മരണാനന്തര ബഹുമതിയായ ഭാരതരത്ന ലഭിച്ച ആദ്യത്തെ വ്യക്തിയാണ് ലാൽ ബഹദൂർ ശാസ്ത്രി. അതോടൊപ്പം തന്നെ 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സമാധാന ഉടമ്പടിയാണ് താഷ്കന്റ് കരാർ. അപ്പൊ ഈ ഒരു താഷ്കന്റ് കരാർ ഒപ്പുവെക്കാൻ പോയതാണ് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി ഈ ഒരു ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായിട്ടുള്ള താഷ്കണ്ടിലോട്ട് പോയത്. അപ്പം ഈ ഒരു താഷ്കന്റ് കരാറിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും തമ്മിലാണ് ഈ ഒരു കരാർ ഒപ്പിട്ടത്. പരീക്ഷയ്ക്ക് ചോദിക്കാമേ, താഷ്കന്റ് കരാർ ഒപ്പിട്ടത് ആരൊക്കെയാണ്?
ആരൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരൊക്കെയാണ്? ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും തമ്മിലാണ് ഈ ഒരു കരാർ ഒപ്പുവെച്ചത്. 1966 ജനുവരി 10 ഉസ്ബെക്കിസ്ഥാന്റെ തലസ്ഥാനമായ താഷ്കണ്ടിൽ വെച്ചാണ് ഒപ്പിട്ടത് കേട്ടോ. അപ്പോൾ 1966 ജനുവരി 10 ഈ ഒരു താഷ്കണ്ട് കരാർ ഒപ്പുവെച്ചത് നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രി. അതിനുശേഷം അദ്ദേഹം 1966 ജനുവരി 11 അന്തരിച്ചു. അതുപോലെ തന്നെ അത് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്നത് ആരുടെ മുദ്രാവാക്യമെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. അടൽ ബിഹാരി വാജ്പേയി ആണ് കേട്ടോ. സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ജയ് ജവാൻ ജയ് കിസാൻ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മുദ്രാവാക്യമാണ്. എന്നാൽ ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്നീ മുദ്രാവാക്യം ആരുടെയാണ്? അടൽ ബിഹാരി വാജ്പേയിയുടെയാണ്. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെയാണ്. പഠിച്ചു നോക്കണേ. ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ആരുടെയാണ്? ഇന്ദിരാഗാന്ധിയുടെയാണ്. അടുത്ത പോയിന്റ് നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. NV കൃഷ്ണ വാര്യരുടെ അഭിപ്രായത്തിൽ അസീറയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ് കേട്ടോ? എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ശോണിതപുരം എന്നാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പോൾ NV കൃഷ്ണ വാര്യരുടെ അഭിപ്രായത്തിൽ അസീറിയയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമം എന്താണ്? ശോണിതപുരം എന്നാണ് വരുന്നത് കേട്ടോ. അപ്പോൾ തിരിച്ചും പരീക്ഷയ്ക്ക് ചോദിക്കാം. അതായത് NV കൃഷ്ണവാര്യരുടെ അഭിപ്രായത്തിൽ ശോണിതപുരം എവിടെയാണെന്ന് ചോദിക്കാം. എവിടെയാണ് ശോണിതപുരം? അസീറയിലെ നിനവേയുടെ ഇന്ത്യൻ സാഹിത്യനാമമാണ് ശോണിതപുരം എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, MT വാസുദേവൻ നായരാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ആരാണ്? MT വാസുദേവൻ നായരാണ്. ആരാണ് MT വാസുദേവൻ നായർ? അദ്ദേഹത്തിന്റെ മുഴുവൻ പേരെന്താണ്? മുഴുവൻ പേരൊക്കെ പരീക്ഷയ്ക്ക് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരാണ് കേട്ടോ. അപ്പോൾ MT വാസുദേവൻ നായരുടെ മുഴുവൻ പേരെന്താണ്? മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായരാണ്. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറഞ്ഞാൽ കൂടല്ലൂരാണ് കേട്ടോ. കൂടല്ലൂരാണ്. മലപ്പുറം ജില്ലയിലെ കൂടല്ലൂരാണ്. നിളയുടെ കഥാകാരൻ, അതോടൊപ്പം തന്നെ കൂടല്ലൂരിന്റെ ജന്മസ്ഥലം അദ്ദേഹത്തിന്റെ കൂടല്ലൂരാണ്. അതുകൊണ്ട് തന്നെ കൂടല്ലൂരിന്റെ കഥാകാരൻ, നിളയുടെ കഥാകാരൻ, കേരള ഹെമിംഗ് വേ എന്നീ പേരുകളിലൊക്കെ അദ്ദേഹം അറിയപ്പെട്ടു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ, ജനനസ്ഥലം കൂടല്ലൂരാണ്. അതുകൊണ്ട് തന്നെ കൂടല്ലൂരിന്റെ കഥാകാരൻ, നിളയുടെ കഥാകാരൻ, കേരള ഹെമിംഗ് വേ എന്നീ പേരുകളിൽ അദ്ദേഹം അറിയപ്പെട്ടു. പത്മവിഭൂഷൺ 2025 മരണാനന്തര ബഹുമതിയായിട്ട് നമ്മുടെ MT വാസുദേവൻ നായർക്ക് ലഭിച്ചു കേട്ടോ. അപ്പോൾ 2025 പത്മവിഭൂഷൺ അദ്ദേഹത്തിന് മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചു. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം 2022 ലഭിച്ചു കേട്ടോ. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ പുരസ്കാരമാണ് കേരള ജ്യോതി പുരസ്കാരം. അത് പ്രഥമ കേരള ജ്യോതി പുരസ്കാരം 2022 ആർക്കാണ് ലഭിച്ചത്? MT വാസുദേവൻ നായർക്കാണ് ലഭിച്ചത് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാം. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം 2022 MT വാസുദേവൻ നായർക്ക് ലഭിച്ചു. അടുത്ത അദ്ദേഹത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ അദ്ദേഹത്തിന് 2011 കേരള സാഹിത്യത്തിലെ സമഗ്ര പുരസ്കാരമായിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു കേട്ടോ. 2011 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചു. 2013 JC ഡാനിയൽ പുരസ്കാരം ലഭിച്ചു. ആദ്യ കഥാസമാഹാരമാണ് രക്തം പുരണ്ട മണൽത്തരികൾ കേട്ടോ. പ്രതീക്ഷിക്കാമേ പരീക്ഷയ്ക്ക് ചോദ്യം എന്താണ്? MT വാസുദേവൻ നായരുടെ ആദ്യ കഥാസമാഹാരം ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? രക്തം പുരണ്ട മണൽ തരികളാണ് കേട്ടോ. പിന്നെ അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളായിട്ട് വരുന്നത് നാലുകെട്ട് എന്ന് പറഞ്ഞൊരു കൃതിയാണ്. 1958 രചിച്ചത് നാലുകെട്ട്. ഫ്യൂഡൽ നായർ കുടുംബ സമ്പ്രദായത്തിന്റെ അപജയത്തെ ചിത്രീകരിക്കുന്ന ഒരു കൃതിയാണ് നാലുകെട്ട് കേട്ടോ. അപ്പം പരീക്ഷയ്ക്ക് ഇങ്ങനെയായിരിക്കും ചോദിക്കുന്നത്. MT വാസുദേവൻ നായരുടെ ഏത് നോവലാണ് ഫ്യൂഡൽ നായർ കുടുംബ സമ്പ്രദായത്തിന്റെ അപജയത്തെ ചിത്രീകരിക്കുന്നതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? നാലുകെട്ടാണ്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് രണ്ടാമൂഴം, ദ സെക്കൻഡ് ടേൺ എന്ന് പറയുന്നത്. എന്താണ്? ഭീമന്റെ വീക്ഷണകോണിൽ നിന്ന് മഹാഭാരതത്തിന്റെ പുനരാവിഷ്കാരമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രധാന കൃതി ഏതാണ്? രണ്ടാമൂഴമാണ്. രണ്ടാമൂഴത്തിന്റെ പ്രത്യേകത എന്താണ്? മഹാഭാരതത്തിലെ ഭീമന്റെ വീക്ഷണകോണിൽ നിന്ന് മഹാഭാരതത്തിന്റെ പുനരാവിഷ്കാരമാണ് രണ്ടാമൂഴം എന്ന് പറയുന്നത്.
അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് ശ്രദ്ധേയമായിട്ടുള്ള കൃതികളാണ് മഞ്ഞ് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, മഞ്ഞ് മിസ്റ്റ് എന്ന് പറഞ്ഞൊരു നോവലുണ്ട്, മഞ്ഞ്, അസുരവിത്ത് എന്ന് പറഞ്ഞ നോവലുണ്ട്, പിന്നെ കാലം എന്ന് പറഞ്ഞ നോവലുണ്ട്, അറബിപ്പൊന്ന് എന്ന് പറഞ്ഞുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റ് ശ്രദ്ധേയമായിട്ടുള്ള കൃതികൾ ഏതൊക്കെയാണ്? മഞ്ഞ്, അസുരവിത്ത്, കാലം, അറബിപ്പൊന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചെറുകഥകളായിട്ട് വരുന്നത് കുട്ടിയേട്ടത്തി, പത്തനം, ഷെർലക്ക് കേട്ടോ. പ്രധാന ചെറുകഥകളാണ് കുട്ടിയേട്ടത്തി, പത്തനം, ഷെർലക്ക് എന്നീ ചെറുകഥകൾ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരേ ഒരു നാടകകൃതിയാണ് ഗോപുര നടയിൽ എന്ന് പറഞ്ഞു കേട്ടോ. പഠിച്ചു വെക്കണം. MT വാസുദേവൻ നായരുടെ ഒരേ ഒരു നാടകകൃതി ഏതാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഏതാണ്? ഗോപുര നടയിലാണ് കേട്ടോ, ഗോപുര നടയിലാണ്. അതുപോലെ തന്നെ 1973 പുറത്തിറങ്ങിയ നിർമാല്യം എന്ന അദ്ദേഹത്തിന്റെ നിർമാല്യം എന്ന് പറഞ്ഞ ചിത്രം മികച്ച ചിത്രത്തിന് അദ്ദേഹത്തിന് പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 1991 പുറത്തിറങ്ങിയ കടവ് മലയാളത്തിലെ മികച്ച ഫ്യൂച്ചർ ഫിലിം എന്നീ നിലകളിൽ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിന് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്? നാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹത്തിന് 1900, അതായത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ 1973 പുറത്തിറങ്ങിയ നിർമാല്യം എന്ന ചിത്രത്തിന് മികച്ച ചിത്രം എന്നുള്ള പുരസ്കാരം ലഭിച്ചു. 1991 പുറത്തിറങ്ങിയ കടവ് മലയാളത്തിലെ മികച്ച ഫ്യൂച്ചർ ഫിലിം എന്നീ നിലകളിൽ ദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നാണ് മരിച്ചതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 2024 ഡിസംബർ 25-നാണ്. 2024 ഡിസംബർ 25-നാണ് അദ്ദേഹം അന്തരിച്ചത് കേട്ടോ, മരണപ്പെട്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത്രയും ഒന്ന് നോക്കി പോവാം. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താണ്? 1995 ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് MT വാസുദേവൻ നായർ. മുഴുവൻ പേര് മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ. അദ്ദേഹത്തെ നിളയുടെ കഥാകാരൻ, കൂടല്ലൂരിന്റെ കഥാകാരൻ, കേരള ഹെമ്മിംഗ് ബേ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. 2025 പത്മവിഭൂഷൺ മരണാനന്തര ബഹുമതിയായിട്ട് ലഭിച്ചു. പ്രഥമ കേരള ജ്യോതി പുരസ്കാരം 2022 ലഭിച്ചു. 2011 എഴുത്തച്ഛൻ പുരസ്കാരം, 2013 JC ഡാനിയൽ പുരസ്കാരം. ആദ്യ കഥാസമാഹാരം രക്തം പുരണ്ട മണൽ തരികൾ. പ്രധാന കൃതികൾ നാലുകെട്ട്, രണ്ടാമൂഴം, പ്രധാന മഞ്ഞ്, അസുരവിത്ത്, കാലം, അറബിപ്പൊന്ന്. അതുപോലെ തന്നെ ഒരേ ഒരു നാടകകൃതിയാണ് അദ്ദേഹത്തിന്റെ ഗോപുര നടയിൽ എന്ന് പറഞ്ഞ കൃതി. അദ്ദേഹം അന്തരിച്ച തീയതി എന്നാണ്? 2024 ഡിസംബർ 25-നാണ്. നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ പോകണം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ടെലഗ്രാമിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വരുന്ന നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസ്, സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷകൾ, സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷകൾ, ഫയർമാൻ, വുമൺ സിവിൽ പോലീസ് ഓഫീസർ തുടങ്ങിയ നിരവധി പരീക്ഷകളാണ് ഇനി നമുക്ക് മുമ്പിൽ വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മളൊരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:30 വരെ നീണ്ടിരിക്കുന്ന ഒരു ഡെയിലി കറണ്ട് അഫയേഴ്സ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ 1 hour ലൈവ് സെക്ഷനാണ്, ലൈവ് പ്ലസ് റെക്കോർഡർ സെക്ഷനാണ്, ക്ലാസ്സാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ആ ലൈവ് സെക്ഷൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് റെക്കോർഡർ സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ എടുക്കുന്ന ക്ലാസ്സിൻ്റെ എല്ലാം PDF നോട്ട്സ് നമ്മൾ ആ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ റിവിഷൻ ഓറിയൻറ്റഡ് ആയിട്ടാണ് ക്ലാസ്സുകൾ എടുക്കുന്നത് കേട്ടോ. അതായത് ഇനി നമ്മൾ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ തുടങ്ങിയ പരീക്ഷകളിലെ ആ പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കത്തക്ക രീതിയിലുള്ള റിവിഷൻ ക്ലാസ്സസ് ആയിട്ടാണ്, അതായത് ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് പഠിപ്പിച്ചു പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്യണേ. അപ്പോൾ ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആവുന്ന ഒരു ബാച്ച് ആയിരിക്കും വരുന്നത്. വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. നമ്മളൊരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ വരുന്നുള്ളൂ. നമുക്ക് ഇനി വരുന്ന പരീക്ഷകൾക്ക് കറണ്ട് അഫയേഴ്സ് പക്കയാക്കാൻ സാധിക്കുന്നതാണ്. പിന്നെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 6 മാസമാണ്. 6 മാസത്തിനുള്ളിലാണ് ഇനി പ്രധാനപ്പെട്ട പരീക്ഷകൾ വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൻ്റെ പാട്ടിൽ നിന്ന് ഞാൻ പക്കയാക്കി തന്നെ ഷുവർ ചെയ്ത് തരുന്നു, ഉറപ്പ് നൽകുന്നു. അപ്പോൾ എത്രയും പെട്ടെന്ന് എല്ലാവരും ഈ ഒരു ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. 81 299 339 എന്ന നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അടുത്ത പോയിന്റ് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരാണ് ജ്ഞാനപ്പാനയുടെ രചയിതാവ്? പൂന്താനം നമ്പൂതിരിയാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. പൂന്താനം നമ്പൂതിരി അറിയപ്പെടുന്ന പേരുകൾ അതൊക്കെയാണ്: കേരള സൂർദാസ്, ഭക്തകവി, തത്വചിന്തകനായിട്ടുള്ള കവി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ പൂന്താനം നമ്പൂതിരിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ജ്ഞാനപ്പാനയുടെ രചയിതാവ് ആരാണ്? പൂന്താനം നമ്പൂതിരിയാണ്. പൂന്താനം നമ്പൂതിരി അറിയപ്പെടുന്നതാണ് കേരള സൂർദാസ്, ഭക്തകവി,
തത്വചിന്തകനായ കവി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് പൂന്താനം നമ്പൂതിരിയാണ്. അതോടൊപ്പം തന്നെ കൃഷ്ണഗാഥയുടെ രചയിതാവാരെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ചെറുശ്ശേരി നമ്പൂതിരിയാണ്. കൃഷ്ണഗാഥയുടെ രചയിതാവാരാണ്? ചെറുശ്ശേരി നമ്പൂതിരിയാണ്. നാരായണീയം എന്ന കൃതിയുടെ രചയിതാവാരാണ്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. നാരായണീയം എന്ന കൃതിയുടെ രചയിതാവ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. എൻ്റെ ഗുരുനാഥൻ എന്ന കൃതിയുടെ രചയിതാവ് വള്ളത്തോൾ നാരായണ മേനോനാണ് കേട്ടോ. എൻ്റെ ഗുരുനാഥൻ ആരുടെ കൃതിയാണ്? വള്ളത്തോൾ നാരായണ മേനോന്റെ കൃതിയാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, പരമ്പരാഗത നാടോടി നൃത്തമായ ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? പരമ്പരാഗത നാടോടി നൃത്തമായിട്ടുള്ള ഘൂമർ അറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? രാജസ്ഥാന്റെ ഒരു നൃത്തരൂപമാണ് ഘൂമർ എന്ന് പറയുന്നത് കേട്ടോ. രാജസ്ഥാന്റെ ഒരു നൃത്തരൂപമാണ് ഘൂമർ എന്നറിയപ്പെടുന്നത്. അപ്പം നമുക്ക് നോക്കാം, അതേ കണക്ട് ചെയ്തിട്ടുള്ള റിലേറ്റഡ് ഫാക്ടൂടെ നോക്കിപ്പോം. രാജസ്ഥാനിലെ മറ്റൊരു പ്രധാന നൃത്തരൂപമാണ് കാൽബേലിയ എന്ന് പറഞ്ഞ നൃത്തരൂപം. ഇത് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണക്ട് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കാമേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു നോക്കണം. രാജസ്ഥാനിലെ ഒരു നൃത്തരൂപമാണ് ഘൂമർ എന്ന് പറയുന്നത്. അപ്പോൾ രാജസ്ഥാനിലെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഘൂമർ, കൽബേലിയ കേട്ടോ. ഘൂമറും കൽബേലിയും. ഈ കൽബേലിയ എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ മറ്റൊരു പ്രധാന നൃത്തരൂപമാണ് കൽബേലിയ എന്ന നൃത്തരൂപം. ആ കൽബേലിയ എന്ന നൃത്തരൂപം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, രാജസ്ഥാനിലെ ഏത് നൃത്തരൂപമാണ് യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്? ഏതാണ്? കൽബേലിയ എന്ന നൃത്തരൂപമാണ്. കൽബേലിയെ കൂടാതെ ഘൂമർ എന്ന നൃത്തരൂപം രാജസ്ഥാൻ. ഇനി മറ്റു സംസ്ഥാനങ്ങളെ നമുക്ക് നോക്കാം. ഗർഭ, ദണ്ഡിയ എന്നീ നൃത്തരൂപങ്ങൾ ഗുജറാത്തിന്റെയാണ് കേട്ടോ. ഗർഭ, ദണ്ഡിയ എന്നീ നൃത്തരൂപങ്ങൾ ഗുജറാത്തിന്റെയാണ്. മാട്കി, ജാവര എന്നീ നൃത്തരൂപങ്ങൾ മധ്യപ്രദേശിന്റെയാണ്. ലാവണി, കോലി എന്നീ നൃത്തരൂപങ്ങൾ മഹാരാഷ്ട്രയുടെയാണ്. യക്ഷഗാനം കർണാടക. സാത്രിയ ബിഹു ആസാമിന്റെയാണ് കേട്ടോ. സാത്രിയ ബിഹു ആസാമിന്റെയാണ്. കഥക് ഉത്തർപ്രദേശിന്റെയാണ് കേട്ടോ. കഥക് എവിടത്തെയാണ്? ഉത്തർപ്രദേശിനാണ്. ചൗ, ജാത്ര എന്നീ നൃത്തരൂപങ്ങൾ പശ്ചിമ ബംഗാളിന്റെയാണ്. അപ്പൊ ഞാൻ ഒന്നുകൂടെ പറയാം, രാജസ്ഥാനിലെ നൃത്തരൂപങ്ങൾ ഏതൊക്കെയാണ്? ഘൂമറും കാൽബേലിയും. ഗർഭദണ്ഡിയ ഗുജറാത്തിൻ്റെത്. മാട്കി, ജാവര മധ്യപ്രദേശിൻ്റെതാണ്. ലാവണി, കോലി മഹാരാഷ്ട്രയുടേതാണ്. യക്ഷഗാനം കർണാടക. സാത്രിയ ബിഹു ആസാം. കഥക് ഉത്തർപ്രദേശാണ്. ചൗ, ജാത്ര പശ്ചിമ ബംഗാളിന്റെ നൃത്ത രൂപങ്ങളാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1955 മെയ് 11 സ്ഥാപിതമായത് കേട്ടോ. അപ്പോൾ പഠിച്ചു നോക്കണം. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ എപ്പോഴാണ് സ്ഥാപിതമായത്? 1955 മെയ് 11 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ സ്ഥാപിതമായത്. നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ടിരുന്ന കാലത്താണ് ഈ ഒരു ഇത് സ്ഥാപിതമായത് കേട്ടോ. ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുംബൈയിലായിരുന്നു കേട്ടോ. അപ്പോൾ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയിലാണ്. ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഹൃദയനാഥ് കുൻസ്രു. ഈ ഒരു ഫുൾ നെയിം പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല, ഞാൻ ഷോർട്ടായിട്ട് പറയുമ്പോൾ മനസ്സിലാവും. എച്ച് എൻ കുൻസ്രു നിങ്ങൾ ഹിസ്റ്ററി പഠിക്കുമ്പോൾ പഠിക്കുന്നതാണല്ലോ. എച്ച് എൻ കുൻസ്രു അദ്ദേഹം തന്നെയാണ്. അപ്പൊ ചിൽഡ്രൻസ് സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ഹൃദയനാഥ് കുൻസ്രു അഥവാ എച്ച് എൻ കുൻസ്രു ആണ്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആശയത്തിൽ നിന്നാണ് ഈ ഒരു സൊസൈറ്റിക്ക് രൂപം കൊണ്ടത്. അപ്പം അതുപോലെ തന്നെ ഇപ്പൊ കറന്റ് ഈ ഒരു സൊസൈറ്റി, അതായത് 2022 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ, ഫിലിം ഡിവിഷൻ ഓഫ് ഇന്ത്യ എന്നിവയെ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ലയിപ്പിച്ചു കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ഇപ്പോൾ നിലവിൽ ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റി ഓഫ് ഇന്ത്യ ഇല്ല. അതിനെ 2022 ചിൽഡ്രൻസ് ഫിലിം സൊസൈറ്റിയെ നമ്മുടെ നാഷണൽ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷൻ NFDC-യിലോട്ട് ലയിപ്പിച്ചു കേട്ടോ. ഒന്ന് അറിഞ്ഞിരിക്കണേ. ഇപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്ഷേത്രപ്രവേശന വിളംബരം എന്താണ്? ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് ക്ഷേത്രപ്രവേശന വിളംബരം. അത് പുറപ്പെടുവിച്ച രാജാവ് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് കേട്ടോ. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് കേട്ടോ. അപ്പൊ ക്ഷേത്രപ്രവേശന വിളംബരം എങ്ങനെയാണ് അറിയപ്പെടുന്നത്? ആധുനിക തിരുവിതാംകൂറിന്റെ മാഗ്ന കാർട്ട എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു വിളംബരം പുറപ്പെടുവിച്ച തീയതി എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1936 നവംബർ 12 ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. തിരുവിതാംകൂറിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും
ആരാധന സ്വാതന്ത്ര്യം നൽകുക എന്നതാണ് ഇതിൻ്റെ ഒരു ലക്ഷ്യം, ഈ ഒരു വിളംബരത്തിന്റെ ലക്ഷ്യം. അപ്പോൾ എന്താണ് നമുക്കറിയാവുന്നതാണ്, തിരുവിതാംകൂറിലെ ഹിന്ദു ക്ഷേത്രങ്ങളിൽ എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും ആരാധനാ സ്വാതന്ത്ര്യം അനുവദിക്കുക എന്നാണ് ക്ഷേത്രപ്രവേശന വിളംബരം എന്ന് പറയുന്നത്. 1936 നവംബർ 12-ന് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്ന് ജനക്കൂട്ടത്തിന് മുന്നിൽ ക്ഷേത്രപ്രവേശന വിളംബരം വായിച്ചു കേൾപ്പിച്ചത് ആരാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഉള്ളൂർ എസ് പരമേശ്വർ അയ്യരാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പരീക്ഷയ്ക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. പ്രിലിംസിന്, ഡിഗ്രി പ്രിലിംസിന് പ്രതീക്ഷിക്കാമേ. അപ്പോൾ എന്താണ്, 1936 നവംബർ 12-ന് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിന്റെ വരാന്തയിൽ നിന്ന് ജനക്കൂട്ടത്തിന് മുന്നിൽ ക്ഷേത്രപ്രവേശന വിളംബരം വായിച്ചു കേൾപ്പിച്ചത് ആരാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വർ അയ്യർ കേട്ടോ. ഉള്ളൂർ എസ് പരമേശ്വർ അയ്യറാണ്. ഇനി നമുക്കറിയാം, കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് പുറപ്പെടുവിച്ചത്. 1947 ഡിസംബർ 20-നാണ് കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത്. അവിടെ പുറപ്പെടുവിച്ച രാജാവ് എന്ന് പറഞ്ഞാൽ ശ്രീ കേരളവർമ്മ രാജാവാണ് കേട്ടോ. പഠിച്ചു വെക്കണം. കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം 1947 ഡിസംബർ 20-നാണ്. രാജാവാരാണ്? ശ്രീ കേരളവർമ്മയാണ്. അതോടൊപ്പം തന്നെ മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം 1947 ജൂൺ 2-നാണ് കേട്ടോ. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ്? 1947 ജൂൺ 2-നാണ്. മദ്രാസ് ഗവൺമെന്റ് ആണ് പുറപ്പെടുവിച്ചത് കേട്ടോ. അപ്പോൾ ഡേറ്റ് ഞാൻ ഒന്നുകൂടെ പറയാം. ക്ഷേത്രപ്രവേശന വിളംബരം, തിരുവിതാംകൂർ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് 1936 നവംബർ 12-നാണ്. രാജാവ് ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ വായിച്ചു കേൾപ്പിച്ചത് ആരാണ്? ഉള്ളൂർ എസ് പരമേശ്വർ അയ്യറാണ്. അതുപോലെ തന്നെ കൊച്ചി ക്ഷേത്രപ്രവേശന വിളംബരം എന്നാണ് പുറപ്പെടുവിച്ചത്? 1947 ഡിസംബർ 20-നാണ്. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം 1947 ജൂൺ 2-നാണ്. അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? 2026 ശൈത്യകാല ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. മിലാനം കോർട്ടിന ഡി ആംബോസുമാണ്. മിലാനും കോർട്ടിന ഡി ആംബോസയുമാണ്. ഇറ്റലിയിലെ നഗരങ്ങളാണ് കേട്ടോ. ഇറ്റലിയിലെ നഗരങ്ങളായ മിലാൻ, കോർട്ടിന ഡി ആംബസ്റ്റോ എന്നിവിടങ്ങളിലാണ് 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കുന്നത്. ഈ 2026 ശൈത്യകാല ഒളിമ്പിക്സിന്റെ ഔദ്യോഗിക മുദ്രാവാക്യം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇറ്റ്സ് യുവർ വൈബ് എന്നാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഔദ്യോഗിക മുദ്രാവാക്യം എന്താണ്? ഇറ്റ്സ് യുവർ വൈബ് എന്നാണ്. അതുപോലെ തന്നെ ഭാഗ്യ ചിഹ്നങ്ങൾ, മസ്കോട്ട് എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ടീനയും മിലോയുമാണ് കേട്ടോ. ടീന ആൻഡ് മിലോ ആണ് കേട്ടോ. ടീനയും മിലോയും എന്നു പേരുള്ള 2 കിരിവർഗത്തിൽപ്പെട്ട ജീവികളാണ്. കിരിവർഗത്തിൽപ്പെട്ട ജീവികളെ പറയുന്നത് സ്റ്റോട്സ് എന്നാണ് കേട്ടോ. അപ്പോൾ കിരിവർഗത്തിൽപ്പെട്ട ടീനയും മിലോയും എന്ന് പറഞ്ഞ 2 ജീവികളാണ് നമ്മുടെ 2026 ശൈത്യകാല ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നങ്ങളായിട്ട് വന്നത്. അപ്പോൾ ഇതേ കണക്ട് ചെയ്ത് പഠിച്ചോണം. 2028 സമ്മർ ഒളിമ്പിക്സ് എവിടെയാണ് നടക്കുന്നത്? അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസിലാണ്. 2030 വിന്റർ ഒളിമ്പിക്സ് നടക്കുന്നത് ഫ്രാൻസിലെ ഫ്രഞ്ച് ആൽപ്സിലാണ് കേട്ടോ. ഫ്രാൻസിലെ ഫ്രഞ്ച് ആൽപ്സിലാണ് 2030 വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്. 2032 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിനിലാണ് കേട്ടോ. 2034 വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അമേരിക്കയിലെ സാൾട്ട് ലേക്ക് സിറ്റിയാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്നുകൂടെ പറയാം. 2026 ശൈത്യകാല ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് മിലാനും കോർട്ടിന ഡി ആംബസ്റ്റ ഇറ്റലിയാണ്. 2028 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അമേരിക്കയിലെ ലോസ് ഏഞ്ചൽസ്. 2030 വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഫ്രാൻസിലെ ഫ്രഞ്ച് ആൽപ്സിലാണ്. 2032 സമ്മർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഓസ്ട്രേലിയയിലെ ബ്രിസ്ബെയിൻ ആണ്. 2034 വിന്റർ ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് അമേരിക്കയിലെ സാൾട്ട് ലേക്ക് സിറ്റിയിലാണ്. അപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ലൈക്ക് അടിച്ചും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്തു സപ്പോർട്ട് ചെയ്യണേ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് സാഹിത്യ കൃതിയിൽ താഴെ പറയുന്ന വരികൾ അടങ്ങിയിരിക്കുന്നു? അപ്പോൾ കുറെ വരികൾ തന്നിട്ടുണ്ട്. വരികൾ എന്താണെന്ന് നമുക്ക് നോക്കാം. മനസ്സ് ഭയമില്ലാത്തതും തല ഉയർത്തിപ്പിടിക്കുന്നതുമായിടത്ത്, അറിവ് സ്വതന്ത്രമായിടത്ത്, ഇടുങ്ങിയ ഗാർഹിക മതിലുകളാൽ ലോകം ശിഥിലമായിട്ടില്ലാത്തിടത്ത്, സത്യത്തിന്റെ ആഴത്തിൽ നിന്ന് വാക്കുകൾ പുറപ്പെടുന്നിടത്ത്, അശ്രാന്ത പരിശ്രമം പൂർണ്ണതയിലേക്ക് കരങ്ങൾ നീട്ടുന്നിടത്ത്. അപ്പൊ ഈ ഒരു വരി ഏത് കൃതിയിലെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇത് ഗീതാഞ്ജലിയിലെ വരികളാണ് കേട്ടോ. ഓപ്ഷൻ സി ആൻസർ ഗീതാഞ്ജലിയാണ്. ഗീതാഞ്ജലിയിലെ വരികളാണ് കേട്ടോ. അപ്പൊ ഗീതാഞ്ജലി എന്ന കൃതി രചിച്ചത് ആരാണ്?
രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ഗീതാഞ്ജലിയുടെ രചയിതാവാരാണ്? രവീന്ദ്രനാഥ ടാഗോർ ആണ് കേട്ടോ. ടാഗോറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ടാഗോറിന് 1913 നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് നമ്മുടെ ഗീതാഞ്ജലി എന്ന് പറഞ്ഞ കൃതി കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം, ടാഗോറിന് 1913 നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഗീതാഞ്ജലി. സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോർ കേട്ടോ. അപ്പോൾ അതോടെ പഠിച്ചു വെക്കണം. ഗീതാഞ്ജലി എന്ന കൃതിയുടെ രചയിതാവ് രവീന്ദ്രനാഥ ടാഗോർ ആണ്. 1913 ടാഗോറിന് നോബൽ സമ്മാനം നേടിക്കൊടുത്ത കൃതിയാണ് ഗീതാഞ്ജലി. സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ. ഗീതാഞ്ജലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. ഗാനങ്ങളുടെ ഉപഹാരം എന്നാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഗീതാഞ്ജലി എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഗാനങ്ങളുടെ ഉപഹാരം എന്നാണ്. അതുപോലെ തന്നെ ടാഗോർ തൻ്റെ ബംഗാളി കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗീതാഞ്ജലി എന്ന കവിത ബംഗാളി കവിതയാണ് കേട്ടോ. ബംഗാളിലാണ് അദ്ദേഹം എഴുതിയത് കേട്ടോ. അദ്ദേഹം തന്നെ തൻ്റെ ബംഗാളി കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം അഥവാ ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് ആദ്യമായി പൂർണ്ണമായി വിവർത്തനം ചെയ്ത് അഥവാ ട്രാൻസ്ലേഷൻ ചെയ്ത ആരാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ജി ശങ്കരക്കുറുപ്പാണ്. PYQ ആണ് ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് നോക്കണേ. അപ്പൊ രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് ആദ്യമായി പൂർണ്ണമായി വിവർത്തനം ചെയ്തത് ആരാണ്? ജി ശങ്കരക്കുറുപ്പാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ടാഗോറിനെ കുറിച്ച് പറയുവാണെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 2 രാജ്യങ്ങളുടെ ദേശീയ ഗാനങ്ങൾ രചിച്ച ഏക വ്യക്തിയാണ് നമ്മുടെ ടാഗോർ കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് രാജ്യങ്ങൾ? നമ്മുടെ ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചതും രവീന്ദ്രനാഥ ടാഗോറാണ്, നമുക്കറിയാം. അതോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം ആയിട്ടുള്ള അമർ സോന ബംഗ്ല രചിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ് കേട്ടോ. അപ്പോൾ അതേ കണക്ട് ചെയ്തൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം ഏതാണെന്ന് ചോദിക്കാം. ഏതാണ്? അമർ സോന ബംഗ്ലയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയുടെ ജനഗണമനയും ബംഗ്ലാദേശിന്റെ അമർ സോന ബംഗ്ലയും എന്നീ ദേശീയ ഗാനങ്ങൾ രചിച്ചതാരാണ്? രവീന്ദ്രനാഥ ടാഗോറാണ്. ക്ലിയർ ആണ്? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. നാട്യകൽപദ്രൂമമാണ് കേട്ടോ. നാട്യകൽപദ്രൂമമാണ് കേട്ടോ. അപ്പൊ കൂടിയാട്ടം ശാസ്ത്രീയമായി എഴുതിയ ആധികാരിക ഗ്രന്ഥം ഏതാണ്? നാട്യകൽപദ്രൂമമാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രശസ്ത കൂടിയാട്ടം ചാക്യാർകൂത്ത് കലാകാരനായ മാണി മാധവ ചാക്യാരാണ് നമ്മുടെ നാട്യകൽപദ്രൂപം എന്ന കൃതി രചിച്ചത് കേട്ടോ. അപ്പോൾ അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാം. നാട്യകൽപദ്രൂപം എന്ന കൃതി രചിച്ചത് ആരാണെന്ന് ചോദിക്കാം. ആരാണ്? പ്രശസ്ത കൂടിയാട്ടം ചാക്യാർകൂത്ത് കലാകാരനായിട്ടുള്ള മാണി മാധവ ചാക്യാരുടെ ഗ്രന്ഥമാണ് നാട്യകൽപദ്രൂപം. 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഈ ഒരു കൃതിക്ക് ലഭിച്ചു കേട്ടോ. അപ്പൊ നാട്യ കൽപദ്രൂമത്തിന് 1975 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അതുപോലെ തന്നെ ഇത് ഈ കൂടിയാട്ടത്തിന്റെ ആദ്യത്തെ ആധികാരിക രേഖയായിട്ട് അറിയപ്പെടുന്നതാണ് കേട്ടോ. നാട്യകൽപദ്രൂമമാണ് കൂടിയാട്ടത്തിന്റെ ആദ്യത്തെ ആധികാരിക രേഖയാണ്. അതോടൊപ്പം തന്നെ ഈ നാട്യകൽപദ്രൂമത്തിന് 8 അധ്യായങ്ങളുണ്ടെന്ന് അറിഞ്ഞിരിക്കണം. ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. നാട്യകൽപദ്രൂമത്തിന് 8 അധ്യായങ്ങളുണ്ട്. അതുപോലെ തന്നെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ഹസ്തലക്ഷണ ദീപിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥകളിയിലെ മുദ്രകളെ കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥമാണ് ഇത് കേട്ടോ. പഠിച്ചു നോക്കണേ. ഹസ്തലക്ഷണ ദീപിക എന്താണ്? കഥകളിയിലെ മുദ്രകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന അടിസ്ഥാന ഗ്രന്ഥമാണ് ഹസ്തലക്ഷണ ദീപിക. അതിന്റെ രചയിതാവ് ആരാന്ന് ചോദിച്ചാൽ കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാനാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. ഹസ്തലക്ഷണ ദീപികയുടെ രചയിതാവ് ആരാണ്? കടത്തനാട്ട് ഉദയവർമ്മ തമ്പുരാൻ. അതുപോലെ തന്നെ നാട്യശാസ്ത്രം ആരാണെന്ന് അറിയാമല്ലോ. ഭരതമുനി രചിച്ച ഭാരതീയ കലകളുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. പഠിച്ചു നോക്കണേ. അപ്പൊ നാട്യശാസ്ത്രം എന്താണ്? ഭരതമുനി രചിച്ച ഭാരതീയ കലകളുടെ അടിസ്ഥാന ഗ്രന്ഥമാണ് നാട്യശാസ്ത്രം. അതുപോലെ തന്നെ തപ്തി സംഭരണം എന്ന് പറയുന്നത് കൂടിയാട്ടത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടകങ്ങളിൽ ഒന്നാണ് തപ്തി സംവരണം. ഇത് സംസ്കൃതത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. രചിച്ചത് കുലശേഖര ആഴ്വാറാണ് കേട്ടോ. അപ്പൊ തപ്തി സംവരണം രചിച്ചത് ആരാണ്? കുലശേഖര ആഴ്വാറാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. കൂടിയാട്ടവും മുടിയേറ്റുമാണ് കേട്ടോ. പഠിച്ചു നോക്കണേ. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ ഏതൊക്കെയാണ്? കൂടിയാട്ടവും മുടിയേറ്റുമാണ്.
കൂടിയാട്ടം എന്ന് പറഞ്ഞാൽ കൂടിയാട്ടത്തിന് 2001 യുനെസ്കോ കൂടിയാട്ടത്തെ ലോക പൈതൃക കലയായിട്ട് അംഗീകരിച്ചത് കേട്ടോ. അപ്പോൾ 2001 കൂടിയാട്ടത്തെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. യുനെസ്കോ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കലാരൂപമാണ് കൂടിയാട്ടം കേട്ടോ. യുനെസ്കോ അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കലാരൂപമാണ് നമ്മുടെ കൂടിയാട്ടം. അതുപോലെ തന്നെ മുടിയേറ്റ് 2010 മുടിയേറ്റിനെ യുനെസ്കോയുടെ മാനവികതയുടെ അദൃശ്യ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. കേരളത്തിൽ നിന്നും ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ച രണ്ടാമത്തെ കലാരൂപമാണ് കേട്ടോ. കേരളത്തിൽ നിന്ന് ഈ ഒരു പട്ടികയിൽ ഇടം പിടിച്ച രണ്ടാമത്തെ കലാരൂപമാണ് മുടിയേറ്റ്. ആദ്യത്തെ കലാരൂപം ഏതാണ്? കൂടിയാട്ടമാണ് കേട്ടോ. കൂടിയാട്ടത്തെക്കുറിച്ച് പറയുവാണെങ്കിൽ കൂടിയാട്ടത്തിന്റെ പ്രധാന വാദ്യോപകരണമാണ് മിഴാവ് കേട്ടോ. കണക്ട് ചെയ്ത് പഠിച്ചോണേ. കൂടിയാട്ടത്തിലെ പ്രധാന വാദ്യോപകരണമാണ് മിഴാവ്. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഒരു പൂർണ്ണ രൂപത്തിലുള്ള കൂടിയാട്ടം അവതരിപ്പിച്ച് തീരാൻ 41 ദിവസം എടുക്കും കേട്ടോ. സാധാരണഗതിയിൽ ഒരു പൂർണ്ണ രൂപത്തിലുള്ള കൂടിയാട്ടം അവതരിപ്പിച്ച് തീരാൻ 41 ദിവസം എടുക്കും. കൂടിയാട്ടത്തിലെ പുരുഷ കഥാപാത്രത്തെ ചാക്യാർ എന്നും സ്ത്രീ കഥാപാത്രത്തെ നങ്ങ്യാർ എന്നും അറിയപ്പെടുന്നു കേട്ടോ. അപ്പോൾ കൂടിയാട്ടത്തിലെ പുരുഷ കഥാപാത്രത്തെ ചാക്യാർ എന്നും സ്ത്രീ കഥാപാത്രത്തെ നങ്ങ്യാർ എന്നും അറിയപ്പെടുന്നു. അതുപോലെ തന്നെ മുടിയേറ്റ് എന്ന് പറയുന്നത് മുടിയേറ്റ് ഒരു അനുഷ്ഠാന കലയാണ്. ചെണ്ടയും ഇലത്താളമാണ് മുടിയേറ്റിന്റെ പ്രധാന വാദ്യങ്ങളായിട്ട് വരുന്നത്. ഭദ്രകാളി ദാരിക യുദ്ധമാണ് ഈ മുടിയേറ്റിലെ ഇതിവൃത്തം കേട്ടോ. ഭദ്രകാളി ദാരിക യുദ്ധമാണ് ഇതിലെ ഇതിവൃത്തം, മുടിയേറ്റിലെ ഇതിവൃത്തം. അപ്പോൾ പഠിച്ചു വെക്കണം. കൂടിയാട്ടത്തെ യുനെസ്കോ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയത് 2001 അതുപോലെ തന്നെ മുടിയേറ്റിനെ ഉൾപ്പെടുത്തിയത് എന്നാണ് 2010 മുടിയേറ്റിനെ ഉൾപ്പെടുത്തിയത് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. യുനെസ്കോ പൈതൃക പട്ടികയിൽ കൂടിയാട്ടത്തെ ഉൾപ്പെടുത്തിയത് 2001 മുടിയേറ്റത്തെ ഉൾപ്പെടുത്തിയത് 2010 അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. അടുത്ത ചോദ്യം, ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഏത് രാജ്യത്തിൽ നിന്നുള്ള ടീമാണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ എ ഗ്രീസ് ആണ് കേട്ടോ. പഠിച്ചു വെക്കണേ. ഒളിമ്പിക്സിന്റെ ജന്മനാട് എന്ന നിലയിലുള്ള ബഹുമാനാർത്ഥമാണ് എല്ലാ ഒളിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങുകളിലും ഗ്രീസ് ആണ് എപ്പോഴും ആദ്യം മാർച്ച് ചെയ്യുന്നത് കേട്ടോ. ഒളിമ്പിക്സിന്റെ ജന്മനാട് എന്ന നിലയിലുള്ള ബഹുമാനാർത്ഥം മൂലമാണ് ഇവർക്ക് ഈ ഒരു മാർച്ചിൽ ആദ്യം മാർച്ച് ചെയ്യാൻ കാര്യം കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡേവിസ് കപ്പ് എന്തിനുള്ളതാണ്? ആൻസർ ഓപ്ഷൻ ബി ടെന്നീസ് ആണ് കേട്ടോ. ഡേവിസ് കപ്പ് ടെന്നീസിനുള്ളതാണ്. ടെന്നീസിലെ ലോകകപ്പ് എന്നാണ് ഡേവിസ് കപ്പിനെ അറിയപ്പെടുന്നത്. ഇത് പുരുഷന്മാർക്കായിട്ടുള്ള അന്താരാഷ്ട്ര ടീം മത്സരമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. ടെന്നീസിലെ ലോകകപ്പ് എന്നറിയപ്പെടുന്നതാണ് നമ്മുടെ ഡേവിസ് കപ്പ് കേട്ടോ. ആ ഡേവിസ് കപ്പ് പുരുഷന്മാർക്ക് മാത്രമായിട്ടുള്ള അന്താരാഷ്ട്ര കപ്പാണ് കേട്ടോ. അന്താരാഷ്ട്ര ടെന്നീസ് കപ്പാണ് കേട്ടോ. പുരുഷന്മാർക്കായിട്ടുള്ള അന്താരാഷ്ട്ര ടെന്നീസ് ലോകകപ്പാണ് നമ്മുടെ ഡേവിസ് കപ്പ് എന്ന് പറയുന്നത്. വനിതകൾക്കുള്ള ടെന്നീസ് ടൂർണമെന്റ് ആണ് ഫെഡറേഷൻ കപ്പ് കേട്ടോ. ഫെഡ് കപ്പ്, ഫെഡറേഷൻ കപ്പ് എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ പുരുഷന്മാർക്കായിട്ട് മാത്രമുള്ള ടെന്നീസ് ടൂർണമെന്റ് ആണ് ഡേവിസ് കപ്പ്. വനിതകൾക്ക് മാത്രമായിട്ടുള്ള ടെന്നീസ് ടൂർണമെന്റ് ആണ് ഫെഡറേഷൻ കപ്പ്. പുരുഷന്മാരും സ്ത്രീകളും ഒരേ ടീമിൽ ഉൾപ്പെടുന്ന മിക്സഡ് ടീം മത്സരമാണ് ഹോപ്പ്മാൻ കപ്പ് കേട്ടോ. അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും മിക്സഡായിട്ട് ഉൾപ്പെടുന്ന ടെന്നീസ് ടൂർണമെന്റ് ആണ് ഹോപ്പ്മാൻ ടൂർണമെന്റ് കേട്ടോ, കപ്പ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ബാഡ്മിന്റൺ ടൂർണമെന്റുകൾ ഏതൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. തോമസ് കപ്പും ഊബർ കപ്പും കേട്ടോ. ഊബർ കപ്പ് PYക്ക് ചോദിച്ചാണ്. അപ്പോൾ പഠിച്ചു വെക്കണം. ബാഡ്മിന്റൺ ടൂർണമെന്റുകൾ ഏതൊക്കെയാണ്? തോമസ് കപ്പ്, ഊബർ കപ്പാണ്. അതുപോലെ തന്നെ ക്രിക്കറ്റ് ടൂർണമെന്റുകൾ എന്ന് അറിഞ്ഞിരിക്കണം. രഞ്ജി ട്രോഫി ടൂർണമെന്റ്, വിജയ് ഹസാരെ ടൂർണമെന്റ്, സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റ്, ഇറാനി ട്രോഫി ടൂർണമെന്റ്, ആഷസ് പരമ്പര കേട്ടോ. പഠിച്ചു വെക്കണേ. പ്രധാനപ്പെട്ട ക്രിക്കറ്റ് ടൂർണമെന്റിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യമായിട്ടുള്ള ടൂർണമെന്റുകൾ ഏതൊക്കെയാണ്? രഞ്ജി ട്രോഫി ടൂർണമെന്റ്, വിജയ് ഹസാരെ ടൂർണമെന്റ്, സെയ്ദ് മുഷ്താഖ് അലി ട്രോഫി ടൂർണമെന്റ്, ഇറാനി ട്രോഫി ടൂർണമെന്റ്, ആഷസ് പരമ്പര കേട്ടോ. ഈ ആഷസ് പരമ്പര എന്ന് പറയുന്നത് നമ്മുടെ ഓസ്ട്രേലിയയും ഇംഗ്ലണ്ടും മാത്രം കളിക്കുന്ന ഒരു കളിയാണ് ആഷസ് ടൂർണമെന്റ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അതൊന്നും അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? നന്ദനാർ ആരുടെ തൂലികാ നാമമാണ്? ആൻസർ ഓപ്ഷൻ സി PC ഗോപാലന്റെ തൂലികാ നാമമാണ് കേട്ടോ. പഠിച്ചു വെക്കണേ. അപ്പോൾ PC ഗോപാലന്റെ തൂലികാ നാമമാണ് നന്ദനാർ. ഉറൂബ് എന്നറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ് കേട്ടോ. ഉറൂബ് ആരാണ്? PC കുട്ടിക്കൃഷ്ണനാണ്. ചെറുകാട് ആരാണ്? C ഗോവിന്ദ പിഷാരടിയാണ് ചെറുകാട്. തുളസീവനം എന്നറിയപ്പെടുന്നത് R രാമചന്ദ്രൻ നായരെയാണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണൻ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണനാണ്. നന്ദനാർ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC ഗോപാലൻ. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് PC കുട്ടിക്കൃഷ്ണൻ. ചെറുകാട് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് C ഗോവിന്ദ പിഷാരടി. തുളസീവനം എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് R രാമചന്ദ്രൻ നായരാണ്. അടുത്ത ചോദ്യം,
മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കണ്ടം വെച്ച കോട്ടാണ് കേട്ടോ. അപ്പൊ മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ ഏതാണ്? കണ്ടം വെച്ച കോട്ടാണ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? JC ഡാനിയൽ കേട്ടോ. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? JC ഡാനിയലാണ്. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം ഏതാണ്? വിഗതകുമാരനാണ് കേട്ടോ. മലയാളത്തിലെ ആദ്യത്തെ നിശബ്ദ ചിത്രം ഏതാണ്? വിഗതകുമാരനാണ്. 1928 റിലീസായത് കേട്ടോ. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ബാലനാണ് കേട്ടോ. 1938 മലയാളത്തിലെ ആദ്യത്തെ ശബ്ദ ചിത്രം ഏതാണ്? ബാലനാണ്. രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാളി ചലച്ചിത്രം നീലക്കുയിലാണ് കേട്ടോ. 1954 രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയ ആദ്യ മലയാള ചലച്ചിത്രം ഏതാണ്? നീലക്കുയിലാണ്. 1954. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ കളർ സിനിമ കണ്ടം വെച്ചക്കോട്ടയാണ്. മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള സിനിമ ചെമ്മീനാണ്. 1965 മികച്ച ചിത്രത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ആദ്യ മലയാള സിനിമ ഏതാണ്? ചെമ്മീനാണ്. 1965. അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യ 3D ചലച്ചിത്രം ഏതാണ്? മൈ ഡിയർ കുട്ടിച്ചാത്തനാണ് കേട്ടോ. അതുകൊണ്ടൊന്ന് അറിഞ്ഞിരിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ഓണം പരാമർശിക്കുന്ന ഒരു സംഘകാലഘട്ടത്തിലെ കൃതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി മധുരൈ കാഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഓണം പരാമർശിക്കുന്ന ഒരു സംഘ കാലഘട്ടത്തിലെ കൃതി ഏതാണ്? മധുരൈ കാഞ്ചിയാണ് കേട്ടോ. മധുരൈ കാഞ്ചിയാണ്. ഈ മധുരൈ കാഞ്ചി എന്ന് പറഞ്ഞ സംഘകാലത്തിലെ കൃതി രചിച്ചത് മാങ്കുടി മരുതനാരാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചാണ് മധുരൈ കാഞ്ചി എന്ന സംഘകാലഘട്ടത്തിലെ കൃതി രചിച്ചത് ആരാണ്? മാങ്കുടി മരുതനാരാണ്. അതുപോലെ തന്നെ അകനാനൂറ് എന്നറിയപ്പെടുന്നത് 400 പ്രണയ കവിതകളുടെ സമാഹാരമാണ്. ഒരു തമിഴ് സമാഹാരമാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കണം. 400 പ്രണയ കവിതകളുടെ തമിഴ് സമാഹാരമാണ് ഈ അകനാനൂറ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ചിലപ്പതികാരം എന്നറിയപ്പെടുന്നത് ഇളങ്കോ അടികൾ രചിച്ച തമിഴിലെ 5 മഹാകാവ്യങ്ങളിൽ ഒന്നാണ് കേട്ടോ. പരീക്ഷയ്ക്ക് ചോദിക്കാമേ, ചിലപ്പതികാരം എന്താണ്? ഇളങ്കോ അടികൾ രചിച്ച തമിഴിലെ 5 മഹാകാവ്യങ്ങളിൽ ഒന്നാണ് ചിലപ്പതികാരം എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ആരാണ്? മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ട എഴുത്തുകാരൻ ആൻസർ ഓപ്ഷൻ ഡി CV രാമൻ പിള്ളയാണ് കേട്ടോ. CV രാമൻ പിള്ളയാണ്. അപ്പോൾ എന്താണ് മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? തിരുവിതാംകൂറിലെ തൊഴിലിലേക്ക് വേണ്ടുന്ന, അതായത് എല്ലാ സമുദായക്കാരെയും ഉൾപ്പെടുത്തി തൊഴിൽ നൽകണം എന്നുള്ള ഒരു മെമ്മോറിയലാണ്. തിരുവിതാംകൂർ രാജാവിന് മുമ്പിൽ സമർപ്പിച്ച ഒരു മെമ്മോറിയലാണ് മലയാളി മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. ഈ മലയാളി മെമ്മോറിയൽ എന്നാണ് സമർപ്പിച്ചതെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. 1891 ജനുവരി 1 1891 ജനുവരി 1 സമർപ്പിച്ചത്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത് കേട്ടോ. അപ്പം മലയാളി മെമ്മോറിയൽ ആർക്കാണ് സമർപ്പിച്ചത്? തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീമൂലം തിരുനാളിനാണ് സമർപ്പിച്ചത്. നേതൃത്വം നൽകിയത് ആരൊക്കെയാണെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. GP പിള്ള അഥവാ ബാരിസ്റ്റർ GP പിള്ള. ഇദ്ദേഹത്തെ മലയാളി മെമ്മോറിയലിന്റെ പിതാവ് എന്ന് വിളിക്കുന്നു. അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാം, മലയാളി മെമ്മോറിയലിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? GP പിള്ള അഥവാ ബാരിസ്റ്റർ GP പിള്ളയാണ്. അതുപോലെ തന്നെ ഈ നിവേദനത്തിൽ ആദ്യമായി ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മലയാളി മെമ്മോറിയൽ ആദ്യമായിട്ട് ഒപ്പുവെച്ച ആരാണ്? KP ശങ്കരമേനോനാണ്. രണ്ടാമത്തെ ഒപ്പ് GP പിള്ളയുടേതും മൂന്നാമത്തെ ഒപ്പ് CV രാമൻ പിള്ളയുടേതുമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് ഒപ്പുവെച്ചത്, ഈ നിവേദനത്തിൽ ആദ്യമായിട്ട് ഒപ്പുവെച്ചത് KP ശങ്കരമേനോനാണെങ്കിൽ രണ്ടാമത്തെ ഒപ്പ് ബാരിസ്റ്റർ GP പിള്ളയുടേതും മൂന്നാമത്തേത് CV രാമൻ പിള്ളയുടേതുമാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ മലയാളി മെമ്മോറിയൽ ഉൾപ്പെട്ട ആകെ എത്ര പേരാണ് ഒപ്പുവെച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1028 പേർ ഈ ഒരു നിവേദനത്തിൽ ഒപ്പുവെച്ചു കേട്ടോ. 1028 പേര് ഈ ഒരു നിവേദനത്തിൽ ഒപ്പുവെച്ചു. അടുത്ത ചോദ്യം, ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിനിടെ ഇസ്രായേലിൽ ദേശീയ നിലവാരം തിരിച്ചു കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്പറേഷൻ അജയ് ആണ് കേട്ടോ. പഠിച്ചു നോക്കണേ, ഓപ്പറേഷൻ അജയ് ആണ്. ബാക്കി ഓപ്ഷൻസ് കൂടെ നമുക്ക് നോക്കാം. ഓപ്പറേഷൻ വിജയ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1999 കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യമാണ് ഓപ്പറേഷൻ വിജയ്. അപ്പോൾ ഓപ്പറേഷൻ വിജയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഓപ്പറേഷൻ വിജയ് വേറൊരു ഓപ്പറേഷനും കൂടെ ഓപ്പറേഷൻ വിജയ് എന്ന് പേരിട്ടിട്ടുണ്ട്. അതായത് ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ, ദാമൻ, ദിയു
എന്നിവ പിടിച്ചെടുക്കാൻ നടത്തിയ സൈനിക നീക്കത്തിനും ഇതേ പേരാണ് നൽകിയിരിക്കുന്നത്. പഠിച്ചു നോക്കണേ. അപ്പോൾ ഓപ്പറേഷൻ വിജയ് രണ്ട് ഓപ്പറേഷൻസ് ഉണ്ട്. ഓപ്പറേഷൻ വിജയ് മെയിനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നമ്മുടെ ഗോവ പിടിച്ചടക്കുകയാണ്. അപ്പോൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാൻ വിസമ്മതിച്ച പോർച്ചുഗീസുകാരിൽ നിന്ന് ഗോവ, ദാമൻ, ദിയു എന്നിവ പിടിച്ചെടുക്കാൻ നടത്തിയ സൈനിക ഓപ്പറേഷന്റെ പേരാണ് ഓപ്പറേഷൻ വിജയ്. അതോടൊപ്പം തന്നെ 1999 കാർഗിൽ യുദ്ധ സമയത്ത് പാകിസ്ഥാൻ നുഴഞ്ഞുകയറ്റക്കാരെ പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ ദൗത്യത്തിനും പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ വിജയ് എന്നാണ്. അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1984 അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ നടപടിയാണ്. അപ്പോൾ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്താണ്? 1984 അമൃത്സറിലെ സുവർണ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന തീവ്രവാദികളെ പുറത്താക്കാൻ ഇന്ത്യൻ സൈന്യം നടത്തിയ നടപടിയാണ് എന്താണ്? ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിഗ്രി പ്രിലിംസിന്റെ 2 ക്വസ്റ്റ്യൻ പേപ്പറിലെ നമ്മൾ എന്താണ് ആർട്സ് ആൻഡ് ലിറ്ററേച്ചർ, കലാ, സാഹിത്യം, കായികം, സംസ്കാരം എന്നീ ടോപ്പിക്കിലെ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതും റിലേറ്റഡ് ഫാക്റ്റുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ വീഡിയോ മാക്സിമം ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ വേറെ ഏതെങ്കിലും ടോപ്പിക്സിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ തന്നെ PYQ റിവിഷൻ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ബാച്ചിൻ്റെ കാര്യം മറക്കരുത്. കറണ്ട് അഫയേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81 299 339 എന്ന നമ്പറിലോട്ടൊന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അപ്പം പുതിയൊരു ക്ലാസ്സുമായിട്ട് ഉടനെ തന്നെ നമ്മൾ എത്തുന്നതാണ്. അപ്പം ചാനൽ മാക്സിമം എല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്ത് വെക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.